15 കോടി ചെലവാക്കിയിട്ട് കേരള ടൂറിസം വകുപ്പ് 2011 ഫെബ്രുവരി 19 സ്റ്റാർട്ട് ചെയ്തതാണ് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്രാഫ്റ്റ് വില്ലേജിലെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. ഇന്നെൻ്റെ കൂടെ ഉള്ളത് സദാശിവേട്ടനും സദാശിവേട്ടൻ്റെ വൈഫും അവരുടെ 2 കുട്ടികളുമാണുള്ളത്. ഇവിടുത്തെ എൻട്രിയിൽ തന്നെ ആദ്യം തന്നെ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരുപാട് രൂപങ്ങൾ ചെയ്ത് നമുക്ക് കാണാം. കിളികളും പാമ്പും അങ്ങനെയായിട്ട് ഒരുപാട് നല്ല രസമാണത് കാണാൻ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഒറ്റ തടിയിൽ തീർത്ത ദാരു ശില്പം, ഒരു ഒറ്റ മരത്തിൻ്റെ മുകളിലാണ് ഒരു ആനയെ ചെയ്തത്. നല്ല രസമുണ്ട് കാണാൻ. KK വത്സൻ എന്നാണ് ഇവിടെ ചെയ്ത ആളെ പേര് എഴുതി വെച്ചത്. ഏതാണൊരു അപ്പാര കഴിവ് തന്നെ. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ദിനോസർ, വിവിധ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന 60ഓളം സ്റ്റാളുകളുണ്ട് ഇതിനുള്ളിൽ. കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലിലാണ് സർഗാലയ ഉള്ളത്. ഏകദേശം 20 ഏക്കർ വിസ്തൃതിയിലാണുള്ളത്. ഓരോ റൂമിലും ഓരോ പ്രത്യേക രീതിയിലാണ് ഓരോന്ന് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇത് കളിമണ്ണോട് ഉണ്ടാക്കിയതാണ് കേട്ടോ. റൂമിൽ മൊത്തം എല്ലാ സാധനങ്ങളും കളിമണ്ണ് ഉപയോഗിച്ചുണ്ടാക്കിയ സാധനങ്ങളാണ്. കൊട്ട, തൊപ്പി, സോഫ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയ റൂമാണിത്. നമുക്കിതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുകയും ചെയ്യാം. ഇവിടുന്ന് ഇതിൻ്റെയൊക്കെ റേറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാനും കഴിയും ഇവിടെ വന്നാൽ. ഓരോരോ റൂമിലെത്തുമ്പോഴും പല രീതിയിലുള്ള കലാകാരന്മാരാണ് നമുക്ക് ഓർമ്മ വരിക. ഒക്കെ ചെയ്തു തീർക്കാൻ അവരെടുക്കുന്ന എഫേർട്ടിനാണ് ശരിക്കും എന്താ പറയുക, എത്ര അഭിനന്ദനങ്ങൾ കൊടുത്താലും മതിയാവില്ല. പരമ്പരാഗത കരകൗശല വസ്തുക്കളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ കരകൗശല തൊഴിലാളികൾക്ക് പരിശീലനവും നൽകുന്നുണ്ട് ഇവിടുന്ന്.
ശംഖ്, കടുക്ക അങ്ങനെയുള്ള എല്ലാവിധ തോടുകൾ കൊണ്ടും ഉണ്ടാക്കിയ കുറേ സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. ചെറിയ നെൽമണി മാത്രം വെച്ചുണ്ടാക്കിയതാണ് കേട്ടത്. നെൽമണി കൊണ്ട് മാത്രം ഉണ്ടാക്കിയത്. ഇത് നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങാനും കൊണ്ട് കഴിയും. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചിരട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ മൺപാത്രങ്ങൾ ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ കാണാൻ ഉണ്ടാക്കുന്നത്. ഓട, ഇല്ലി, മുള അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണിത്. ഇത് വേറൊരു രീതിയിലുള്ള പെയിൻറ്റിംഗ് ആണ്. ഇത് നല്ല രസമാണ് കാണാൻ. മരത്തടി കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങളും ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. അതുപോലെ എല്ലാ റൂമിലും ചിലപ്പോൾ നമ്മളെ കയറ്റൂല അവർ, കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ എല്ലാവരും തന്നോണമെന്നില്ല. ഇതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ സാധനങ്ങൾ ഓരോ റൂമിലുണ്ട്. അപ്പോൾ ഒരു എപ്പിസോഡിൽ ഇതെല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ നല്ല ലെങ്ത്തായി പോകും. അപ്പോൾ ഏകദേശം വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് പറയുകയാണ്. ഇതാണ് ഇതിൻ്റെ പുറത്തെ ഭാഗം കേട്ടോ. ഇവിടെയാണ് ബോട്ട് സർവീസും കാര്യങ്ങളും എല്ലാം ഉള്ളത്.